PK ലേണിംഗ്സിന്റെ PVQ സീരീസിലേക്ക് സ്വാഗതം. കേരള ജോഗ്രഫിയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ നോക്കുന്നത്. ഈ എപ്പിസോഡോടുകൂടി 2020 കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ 7 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എനർജി സോഴ്സസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫ്ലോട്ടിംഗ് സോളാർ പാനൽ വാസ് ഫസ്റ്റ് സെറ്റപ്പ് ഓൺ വിച്ച് ഡാം ഇൻ കേരള? ഫ്ലോട്ടിംഗ് സോളാർ പാനൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏത് ഡാമിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ മലമ്പുഴ, ഓപ്ഷൻ ബി മലങ്കര, ഓപ്ഷൻ സി ബാണാസുര സാഗർ, ഓപ്ഷൻ ഡി നെയ്യാർ ഡാം. ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 2020 KS വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ബാണാസുര സാഗർ ആണ്. ബാണാസുര സാഗർ ഡാം എന്ന് പറയുന്നത് വയനാട് ജില്ലയിലാണെന്ന് നമുക്കറിയാം. വയനാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബീയിങ് ദ ലാർജസ്റ്റ് എർത്ത് ഡാം ഇൻ ഇന്ത്യ ആൻഡ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ ഏഷ്യ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ എർത്ത് ഡാം ആണ്, അല്ലെ എർത്ത് ഡാമും അതുപോലെ തന്നെ ഏഷ്യയിലെ രണ്ടാമത്തെ ലാർജസ്റ്റ് എർത്ത് ഡാമുമാണ് ഏതെന്ന് പറയുന്നത് ബാണാസുര സാഗർ ഡാം. ഇറ്റ് ഈസ് ബിൽറ്റ് അക്രോസ്. ഈ ഏത് ട്രിബ്യൂട്ടറിയിലാണ്, ഏത് റിവറിലാണ് എന്നുള്ളതും പല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പല എക്സാമിനും ഇത് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിൽറ്റ് അക്രോസ് ദ കരമനത്തോട് ട്രിബ്യൂട്ടറി. ഈ കരമനത്തോട് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് ഏത് റിവറിന്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കബനി റിവറിന്റെ ആണ്, അല്ലെ കബനി. ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കബനി റിവറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് പോകുന്ന നമ്മുടെ കാവേരി നദിയുടെ ലീസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള 3 റിവറിലെ കബനി എന്ന് പറയുന്നത് കാവേരിയുടെ ബാക്കി 2 റിവേഴ്സും എന്ത് തന്നെയാണ്, കാവേരിയുടെ ട്രിബ്യൂട്ടറീസ് തന്നെയാണ്. പക്ഷേ കബനി എന്താണ്, നമ്മുടെ കർണാടകത്തിലോട്ടാണ് പോകുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കരമനത്തോട് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് കബനി നദിയുടെ പോഷക നദി ഇതിലാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിൽ. The floating solar plant was inaugurated. എന്നാ ഇനാഗുറേറ്റ് ചെയ്തേ? 2017 by 2017 by the Kerala State Electricity Board. KSEB ആണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് 2017. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 500 കിലോവാട്ട്സ് ആണ്, 500 കിലോവാട്ട്സും. ഇനി ബാക്കി നമ്മുടെ ഓപ്ഷൻസ് ഉള്ളപ്പോൾ മലമ്പുഴ ഡാം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലങ്കര ഡാം എന്ന് പറയുന്നത് ഇടുക്കിയിലെ തൊടുപുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെയ്യാർ ഡാം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏത് തന്നെയാണ്? ഓപ്ഷൻ സി ബാണാസുര സാഗർ ആണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. നോക്കിക്കേ, ആ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റിന്റെ പിക്ചർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആൻസർ നമ്മൾ നോക്കി. ഇനി ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ട്രാൻസ്പോർട്ടേഷനിൽ അന്ന് 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ ഡിഡ് വർക്കല ടണൽ ഓപ്പൺഡ് ഫോർ ട്രാൻസ്പോർട്ട്? വർക്കല തുരങ്കം ട്രാൻസ്പോർട്ടിനായി ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്നാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1875, ഓപ്ഷൻ ബി 1861, ഓപ്ഷൻ സി 1865, ഓപ്ഷൻ ഡി 1864. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 1875 ആണ്. ഇത് ശ്രീധരൻ മേനോന്റെ ബുക്കിൽ ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ വേറെ ആൻസർ ഒക്കെയാണ് കാണുന്നത്. ശ്രീധരൻ മേനോന്റെ ടെക്സ്റ്റിൽ 1875 സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ PSCയും അത് തന്നെയാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. ദ വർക്കല ടണൽ ഈസ് എ 19th century കനാൽ ടണൽ സിസ്റ്റം ഇൻ വർക്കല, ട്രിവാൻഡ്രം, കേരള. ഇന്ത്യയിലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് ഈ ഒരു ടണൽ, വർക്കല തുരങ്കം ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. വർക്കല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് 1867നും 77നും ഇടയിലായിട്ട് തിരുവിതാംകൂർ രാജവംശം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇറ്റ് കണക്റ്റഡ് സദേൺ ആൻഡ് നോർത്തേൺ വാട്ടർവേസ് ആൻഡ് സപ്പോർട്ടഡ് ഇൻലാൻഡ് ട്രേഡിന് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള സദേൺ അതുപോലെ തന്നെ നോർത്തേൺ വാട്ടർവേസിനെ കണക്ട് ചെയ്യുന്ന ഒരു തുരങ്കമാണ് ഇതെന്ന് പറയുന്നത് വർക്കല തുരങ്കം. ദ ടണൽ വാസ് built under Diwan Sir T. Madhava Rao and the chief engineer Valthew Clarence Barton എന്ന് പറയുന്ന എഞ്ചിനീയർ അന്ന് ഉണ്ടായിരുന്ന ദിവാൻ എന്ന് പറയുന്നത് ദിവാൻ ടി മാധവ റാവുമായിരുന്നു. വർക്കല ടണൽ എന്ന് പറയുന്നത് ആയില്യം തിരുനാളിന്റെ സമയത്താണ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ദിവാൻ ഡ്യൂറിംഗ് 1875 എന്ന് പറയുന്നത് ശേഷയ്യ ശാസ്ത്രിയാണ്.
അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത, ഇത് നിർമ്മിക്കുന്ന സമയത്തതും അതുപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ഓപ്പൺ ചെയ്തത് നമ്മൾ ക്വസ്റ്റ്യൻ അതായിരുന്നു ഏത് വർഷമാണ് ഓപ്പൺ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഈ ഓപ്പൺ ചെയ്ത സമയത്ത് എന്ന് പറയുന്നത് ഏതായിരുന്നു? ശേഷേഷ് സത്രി. അപ്പോൾ 1875 വർക്കല ടണൽ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത്, ഓപ്പൺ ചെയ്തത് 1875. ഈ പിക്ചർ നോക്കിക്കേ, വർക്കല തുരങ്കം അല്ലെ, വർക്കല തുരങ്കം തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയാണ് സ്ഥിതി ചെയ്യുന്നത്. ശേഷേഷ് ശാസ്ത്രി ആയിരുന്നു ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന സമയത്തെ ദിവാനും. ഇത്രയും ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് അല്ലെ, ജില്ലകളും അതിന്റെ സവിശേഷതകളും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലാണ് അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം. അപ്പൊ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഇന്ത്യൻ ജോഗ്രഫി ആയാലും വാട്ടർഫോൾസ്, റിവേഴ്സ് അതുപോലെ ട്രിബ്യൂട്ടറീസ്, അതുപോലെ ഈ റിവർ ബാങ്കുകൾ ഏതെങ്കിലും പ്രശസ്തമായിട്ടുള്ള സിറ്റികൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതെല്ലാം നോക്കി വെച്ചിരിക്കുക. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ കേരള ജോഗ്രഫിയിൽ നോക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ്. കേരളത്തിന്റെ റിവേഴ്സ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അതുപോലെ തന്നെ വാട്ടർഫോൾസും നോക്കി തന്നെ വെച്ചിരിക്കുക. അത് ഉറപ്പായിട്ടും ചോദിക്കും. പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ്. അപ്പൊ കോഴിക്കോട്, ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി വയനാട്. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സൂചിപ്പാറ എന്ന് പറയുന്നത് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം അഥവാ സെന്റിനെന്റൽ പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. വെള്ളരിമലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മല എന്ന് പറയുന്നത് വെള്ളരിമലയിലാണ്. അപ്പൊ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ജില്ലയിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് മറ്റൊരു പേരുണ്ട്, അതാണ് സെന്റിനെന്റൽ പാറ വെള്ളച്ചാട്ടം എന്ന്. അപ്പൊ സൂചിപ്പാറ, സെന്റിനെന്റൽ പാറ, ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല. ഏത് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്ക് ഉള്ളത് എന്നുള്ളതാണ്. ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ 6 നാഷണൽ പാർക്ക് അല്ലെ 6 ദേശീയോദ്യാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഔദ്യോഗികമായി നമ്മൾ നോക്കുമ്പോൾ 5 നാഷണൽ പാർക്കുകളാണ് കാണപ്പെടുന്നത്. അതിൽ തന്നെ മെജോറിറ്റി നാഷണൽ പാർക്കുകളും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എയിൽ പാലക്കാട് ഉണ്ട്, ഓപ്ഷൻ ബി ഇടുക്കി ഉണ്ട്, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി മലപ്പുറം. ഇതിൽ തന്നെ നമുക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഈ 2 ജില്ലകളിലും ഒരു നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പാലക്കാടും ഇടുക്കിയിലുമായിട്ടാണ് നമ്മുടെ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ 5 4 നാഷണൽ പാർക്കും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നിട്ടുള്ള ഇരവികുളം നാഷണൽ പാർക്ക്, പിന്നെ മതികെട്ടാൻചോല, ആനമുടിച്ചോല, പാമ്പാടിൻചോല, ഈ 3 നാഷണൽ പാർക്കുകളും അല്ലെ, അത് ഫസ്റ്റ് വന്ന ഇരവികുളം കൂടെ ചേർത്ത് 4 നാഷണൽ പാർക്കാണ് എവിടെ വരുന്നത്? ഇടുക്കി ജില്ലയിൽ വരുന്നത്. സൈലന്റ് വാലി നാഷണൽ പാർക്കാണ് 5ാമത്തെ നാഷണൽ പാർക്ക്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് പാലക്കാടാണ്. അപ്പൊ വന്ന വർഷത്തിന്റെ ഓർഡറിലല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ മറ്റൊരു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. അത് ഇരവികുളം നാഷണൽ പാർക്ക് അല്ല, സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് നാഷണൽ പാർക്കാണ്, കേരളത്തിന്റെ ആദ്യത്തെ നാഷണൽ പാർക്കാണ്. അപ്പൊ 5 നാഷണൽ പാർക്കിൽ മെജോറിറ്റി 4 എണ്ണവും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഓപ്ഷൻ ബി ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിന്റെ ഏക ജില്ല. അപ്പോൾ ഒരു സംസ്ഥാനമായിട്ട് അതിർത്തി പങ്കിടുന്ന മറ്റ് ജില്ലകളൊക്കെ നമുക്കറിയാം. പക്ഷേ 2 സംസ്ഥാനം, എന്താ പറയുക, ഇന്ത്യയിലെ 2 മറ്റ് സംസ്ഥാനങ്ങളുമായി 2 സ്റ്റേറ്റുകളായിട്ട് അതിർത്തി പങ്കിടുന്ന, ബൗണ്ടറി പങ്കുവയ്ക്കുന്ന കേരളത്തിന്റെ ജില്ല ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി കാസർഗോഡ്. ഓപ്ഷൻ ബി വയനാടാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി വയനാട്. ഓപ്ഷൻ ബി വയനാടിൽ എന്താ പറയുന്നത്? വയനാട് ജില്ല താഴെ പറയുന്ന 2 സംസ്ഥാനങ്ങളും ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ടാണ്? കർണാടകയും തമിഴ്നാടുമായിട്ടാണ് വയനാട് ജില്ല അതിർത്തി പങ്കുവെക്കുന്നത്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്കാണ്, അതായത് മുത്തങ്ങ പ്രദേശിൽ വരുന്ന സുൽത്താൻ ബത്തേരി താലൂക്കാണ് കർണാടക തമിഴ്നാട് അതിർത്തികളുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നത്. അപ്പം സുൽത്താൻ ബത്തേരി താലൂക്ക് ഏത് പ്രദേശം വെച്ചാൽ മുത്തങ്ങ പ്രദേശം. വയനാട് ജില്ല കർണാടകവും തമിഴ്നാടുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബൗണ്ടറി പങ്കുവെക്കുന്നുണ്ട്. നോക്കിക്കേ, ഇവിടെ കർണാടകവും തമിഴ്നാടുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ബൗണ്ടറി പങ്കുവെക്കുന്നുണ്ട്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ ഓട്ടിച്ച് പോകുന്ന, നമ്മൾ സിനിമയിലൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ബീച്ചാണ് ഡ്രൈവ് ഇൻ ബീച്ച്. കേരളത്തിന്റെ ഏക ഡ്രൈവ് ഇൻ ബീച്ച്. ഓപ്ഷൻ ബി എ കോവളം, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി മുഴുപ്പിലങ്ങാട്.
അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് എന്ന് പറയുന്നത് മുഴുപ്പിലങ്ങാടാണ്. മുഴുപ്പിലങ്ങാടാണ് കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് എന്ന് പറയുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെയും ഏക ഡ്രൈവ് ഇൻ ബീച്ച് തന്നെ ഏത് തന്നെയാണ്? മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചാണ്. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിൽ. കണ്ണൂരിനും തലശ്ശേരിക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 4 കിലോമീറ്റർ നീളമുള്ള കടൽ തീരത്തുകൂടി വാഹനങ്ങൾ ഓടിക്കാൻ പറ്റും. എത്ര കിലോമീറ്റർ? 4 കിലോമീറ്റർ നീളമുള്ള കടൽ തീരത്തുകൂടി വാഹനങ്ങൾ ഓടിക്കാം. മണലിന് ഉറപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളുടെ ടയർ എന്ത് ചെയ്യുന്നില്ല? താഴ്ന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് വാഹനങ്ങൾ ഇവിടെ ഓട്ടിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ഏക ഡ്രൈവ് ഇൻ ബീച്ച് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുഴുപ്പിലങ്ങാട് തന്നെയാണ്. അപ്പൊ നോക്കിക്കേ, പിക്ചർ നോക്കിക്കേ. ഡ്രൈവ് ഇൻ ബീച്ച് ആയിട്ടുള്ള 4 കിലോമീറ്റർ വരെ വരുന്ന നമ്മുടെ മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു എപ്പിസോഡിന്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഡിസെൻഡിങ് സീക്വൻസ് ഓഫ് ദ ഡിസ്ട്രിക്ട് ഇൻ കേരള ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് പാഡി ഏരിയ ടു ഗ്രോസ് ക്രോപ്ഡ് ഏരിയ? ഇത് 2020 KAS എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഡിസെൻഡിങ് സീക്വൻസ് ഓഫ് ദ ഡിസ്ട്രിക്ട് ഇൻ കേരള ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് പാഡി ഏരിയാസ് ടു ഗ്രോസ് ക്രോപ്ഡ് ഏരിയ? അപ്പോൾ ആ ഗ്രോസ് ക്രോപ്ഡ് ഏരിയയും ടു എന്താ ചോദിച്ചിരിക്കുന്നത്? പെർസെൻറ്റേജ് ഓഫ് പാഡി ഏരിയ ടു ഗ്രോസ് ക്രോപ്ഡ് ഏരിയ. ഇതിൽ ഡിസെൻഡിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, അതായത് ആദ്യം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബിയിൽ ആദ്യം ദ സീക്വൻസ്, അതായത് ഈ ഒരു സീക്വൻസ് എന്താ ബേസ് ചെയ്തിരിക്കുന്നത്? ദ സീക്വൻസ് ഈസ് ബേസ്ഡ് ഓൺ ദ പെർസെൻറ്റേജ് ഓഫ് പാഡി ഏരിയ റിലേറ്റ് ടു ദ ഗ്രോസ് ക്രോപ്ഡ് ഏരിയ ഫീച്ചേഴ്സ്. അതായത് ടോട്ടൽ പ്രൊഡക്ഷൻ അല്ല അവിടെ ചോദിച്ചിരിക്കുന്നത്, പെർസെൻറ്റേജ് ഓഫ് പാഡി ഏരിയ റിലേറ്റീവ് ടു ഗ്രോസ് ക്രോപ്ഡ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആലപ്പുഴ ജില്ലയിലാണ് ഏത് വരുന്നത്? ഹയസ്റ്റ് പെർസെൻറ്റേജ് വരുന്നത് അല്ലേ? അപ്പോൾ ഹയസ്റ്റ് പെർസെൻറ്റേജ് ദ ഡിസ്ട്രിക്ട് ഈസ് ഡോമിനേറ്റഡ് ബൈ കുട്ടനാട് വെറ്റ്ലാൻഡ് ഫാമിംഗ് അല്ലേ? കുട്ടനാട് വെറ്റ്ലാൻഡ് ഫാമിംഗ് ഉള്ളതുകൊണ്ടും ദ ഫീവർ അപ്ലാൻഡ് ക്രോപ്സ് പാഡി ടേക്സ് അപ്പ് ദ ലാർജസ്റ്റ് ഷെയർ ഓഫ് ഇറ്റ്സ് ടോട്ടൽ അഗ്രികൾച്ചർ ലാൻഡ്. അതുകൊണ്ട് ആലപ്പുഴ ജില്ലയാണ് അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത്. രണ്ടാമത്തെ സെക്കൻഡ് ഹയസ്റ്റ് ആയിട്ട് വരുന്നത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ല വൈൽ ഇറ്റ് ഹാസ് ദ മോസ്റ്റ് പാഡി ഇൻ ടോട്ടൽ ഹെക്ടേഴ്സ്, ഇറ്റ്സ് ലാർജർ സൈസ് ആൻഡ് ഡൈവേഴ്സ് ക്രോപ്പ് മിക്സ്. അതായത് കോക്കനട്ടും വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത്. മേക്ക് ദ പെർസെൻറ്റേജ് ലോവർ ദാൻ ആലപ്പുഴ. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു മിക്സ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ആലപ്പുഴയും കാട്ടി കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പെർസെൻറ്റേജ് കുറവ് എവിടേക്ക് വരുന്നുണ്ട്? പാലക്കാട് ജില്ലയ്ക്ക് വരുന്നുണ്ട്. അടുത്താണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. കോൾ ലാൻഡ് ഉള്ള സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പോൾ കോൾ ലാൻഡ് മെയിൻറ്റെയിൻ ദ സിഗ്നിഫിക്കൻറ്റ് റേഷ്യോ ഓഫ് റൈസ് ഫാമിംഗ് ബട്ട് ഇറ്റ് ലെസ് കോൺസെൻട്രേറ്റഡ് ദാൻ ഇൻ ടോപ്പ് 2. അതായത് നമ്മുടെ ആലപ്പുഴ പാലക്കാടിനെ അപേക്ഷിച്ച് എവിടെ കുറവാണ്? ഇവിടെ തൃശ്ശൂരിൽ കുറവാണ്. അടുത്തത് കോട്ടയമാണ് വരുന്നത്. കോട്ടയം എന്ന് പറയുന്നത് അല്ലെ റബ്ബർ പ്ലാന്റേഷൻ, നമുക്കറിയാം കാഞ്ഞിരപ്പള്ളി, അച്ചായൻ എന്നൊക്കെ പറയുന്നത് മതി, ഇഷ്ടം പോലെ ഇങ്ങനെ റബ്ബർ കൾട്ടിവേഷൻ പ്ലാന്റേഷൻ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാഡി ഫീൽഡ് ഉണ്ട്. എന്നാലും ആൾദോ ഇറ്റ് ഹാസ് പാഡി ഫീൽഡ്, ദ ഡിസ്ട്രിക്ട് ലാൻഡ് ഈസ് ഓവർഹംലി യൂസ്ഡ് ഫോർ റബ്ബർ പ്ലാന്റേഷൻ വിച്ച് ഡൈല്യൂട്ട്സ് ദ പാഡി ടു ഗ്രോസ് ഏരിയ റേഷ്യോ. അപ്പോൾ അതുകൊണ്ട് പാഡിയുടെ ആ ഒരു ഗ്രോസ് ഏരിയ റേഷ്യോയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ബി ആണ്. ആദ്യം വരുന്നത് ഏതായിരിക്കും? നമ്മൾ ഓപ്ഷനിൽ നമ്മൾ എക്സ്പ്ലനേഷനിൽ വായിച്ചിട്ടുണ്ടായി. ആദ്യം ആലപ്പുഴ, രണ്ടാമത് പാലക്കാട്, പിന്നെ വരുന്നത് തൃശ്ശൂർ, പിന്നെ കോട്ടയം. ഇങ്ങനെയാണ് ഒരു ഓർഡറിൽ പോകുന്നത്. ഡിസെൻഡിങ് ഓർഡറിലാണ് ഏറ്റവും കൂടുതലുള്ളത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. അപ്പൊ ഈ 7 ക്വസ്റ്റ്യനോട് കൂടി, അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് പറയുന്നത് 2020 ടോട്ടൽ ക്വസ്റ്റ്യൻസ് 14 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എപ്പിസോഡ് 1 7 ക്വസ്റ്റ്യൻസും എപ്പിസോഡിൽ 7 ക്വസ്റ്റ്യൻസോട് കൂടി നമ്മുടെ 2020 ചോദിച്ചിട്ടുള്ള മിക്ക എക്സാമുകളുടെയും, മിക്ക മീൻസ് ഓൺലൈൻ എക്സാമുകളുടെയും അതുപോലെ തന്നെ ഓഫ്ലൈൻ എക്സാമുകളുടെയും എല്ലാം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പിക് വേലി നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ 2 എപ്പിസോഡോട് കൂടി 2020 ചോദിച്ചിട്ടുള്ള കേരള ജോഗ്രഫിയുടെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി 2021 ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.